ഒന്നിച്ച് പഠിക്കുന്നു, ഒന്നിച്ച് ജീവിക്കുന്നു, ഒരേ ദിവസം ജോലിക്ക് കയറുന്നു, ഒരേ ദിവസം തന്നെ ജോലിയിൽ നിന്നും വിരമിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ ബിരിയാണിയുടെ രുചി വിളമ്പുന്ന ഒരു അധ്യാപക ദമ്പതികളുണ്ട്. നമുക്ക് അവരുടെ കഥയും അവരുടെ ബിരിയാണിയുടെ രുചിയുമൊക്കെ ഒന്ന് അറിഞ്ഞു വരാം. ഞാൻ ഷാജഹാൻ, ഇത് എൻ്റെ വൈഫ് സുൽഫി. ഞങ്ങൾ രണ്ടുപേരും +2 ടീച്ചേഴ്സായിരുന്നു. ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ പെരിങ്ങമല. 2022 മെയ്യിൽ ഇതേ ദിവസം ഞങ്ങൾ റിട്ടയർ ചെയ്തു. അതിനുശേഷം ഒരു 4 മാസം കഴിഞ്ഞ ശേഷം ഞങ്ങൾ തുടങ്ങിയതാണ് ഫുഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ സ്ഥാപനം. ഫുഡ് ടെക്സ്റ്റ് ചാപ്റ്റർ 1 ദം ബിരിയാണി എന്നാണ് ഇതിൻ്റെ പേര്. തീർച്ചയായും പുസ്തകങ്ങളുമായി നടന്ന ഒരാളെന്ന നിലയ്ക്ക് ഈ സ്ഥാപനത്തിന് പേര് കൊടുത്തപ്പോൾ ആ ഒരു താല്പര്യം വെച്ചുകൊണ്ടാണ് പേരിട്ടത്. ഇപ്പം 1.5 വർഷം കഴിഞ്ഞു. വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. വളരെ നല്ല ക്വാളിറ്റിയുള്ള ഒരു ബിരിയാണി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് ഞാൻ നാട് കണ്ണൂരാണ്. അപ്പോൾ ആ ഒരു രുചിയുള്ള ബിരിയാണി എനിക്കിഷ്ടമാണ്. ഇവിടെ വന്നിട്ട് അങ്ങനെ വേറെ ഇടത്തുനിന്ന് ആ ഒരു രുചിയുള്ള ബിരിയാണി കിട്ടിയില്ല, ഇവിടുന്ന് മാത്രമേ കിട്ടി. എനിക്ക് ടേസ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു. റൈസ് നല്ല ഡിഫറെൻ്റ് ഉണ്ട്. നോർമലി കഴിക്കുന്നതിനേക്കാൾ നല്ല ഡിഫറെൻറ്റ് റൈസാണ്. നേരത്തെ വന്നിട്ടുണ്ട്, കൊള്ളാം. നല്ല അരിയൊക്കെ നല്ല വെന്ത് നല്ല പരുവത്തിലാണ്, ടേസ്റ്റിയാണ്. ചിക്കനൊക്കെ നല്ല ജ്യൂസിയാണ്, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ സ്വന്തം റെസിപ്പിയാണ്, അതാണ് ഇവിടെ പരീക്ഷിച്ചിട്ടുള്ളത്. വരുന്നവർ വീണ്ടും വീണ്ടും വരുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഒരു വേറിട്ടൊരു കാര്യമാണ് ആലോചിച്ചത്. എല്ലാവരും ട്യൂഷനല്ലേ എടുക്കുന്നത്, അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡാണ് ഫുഡ്, അതുകൊണ്ട് നമുക്ക് അതിലൊന്ന് പരീക്ഷിച്ച് നോക്കാം. മോനും പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ 3 കൂടെ തീരുമാനമെടുത്തു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഞങ്ങൾ പഠിപ്പിച്ച സ്റ്റുഡൻസ് ഉണ്ട്. PSC ഓഫീസായാലും അതുപോലെ തന്നെ AGS ഓഫീസായാലും സെക്രട്ടേറിയറ്റ് ആയാലും പോലീസ് ആയാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും സ്റ്റുഡൻസ് അവിടെ ഉണ്ട്. റിപ്പോർട്ടർ TVയിൽ 2 പേരുണ്ട്, അല്ലമീനും അതോടൊപ്പം തന്നെ റിനു ശ്രീധറും. രണ്ടും ഞങ്ങളുടെ സ്റ്റുഡൻസ് തന്നെയാണ്. സർവീസിലിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇനി എന്താ എന്നൊരു ചോദ്യം വരുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ ഞാൻ തീർത്തും പറയുന്നു, എന്തെങ്കിലും ഒക്കെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിതം വളരെ ആക്റ്റീവായിട്ട് കൊണ്ടുപോവുക. വീട്ടിൽ റിട്ടയർ ചെയ്തു എന്ന മനോഭാവത്തോടുകൂടി ഇരിക്കാതിരിക്കുക. ഒരിക്കലും റിട്ടയർ ചെയ്യുന്നില്ല. എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുക. അത് വിജയകരമായി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായും വിജയിക്കും. ഉസ്താദ് ഹോട്ടലിൽ കരീമിക്ക പറയുന്നത് പോലെ ഫുഡ് ടെക്സ്റ്റ് ചാപ്റ്റർ 1 ബിരിയാണി കഴിക്കുന്നവരുടെ വയറ് മാത്രമല്ല, മനസ്സും നിറയും. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എമ്മലിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.